പേളിമാണി ശ്രീയേഷ് എന്ന് പറയുന്ന 50 ദിവസങ്ങൾക്ക് മുമ്പ് തുടങ്ങിയതാണ്. അവർക്ക് തമ്മിൽ സംസാരിക്കാൻ ഒരുപാട് സമയങ്ങളും അവസരങ്ങളും ഉണ്ടായിരുന്നു. ഈ ഇരിക്കുന്ന ഗണപതി സ്വാമിയുടെ മുമ്പ് വെച്ചല്ലേ ഞാൻ ഈ പറയുന്നത്. നെവിൻ ആരാണെന്ന് പോലും പറഞ്ഞില്ല. എനിക്ക് നെവിനെ ഇഷ്ടമേ അല്ലായിരുന്നു. 100 നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ലൊരു പെൺകുട്ടിയാണ്. പക്ഷെ അതിനെ വളർന്നതോ വളർത്തിയോ പാഴിക്കളഞ്ഞു. ഓവർ വാത്സല്യങ്ങൾ കൊടുത്ത്. ഒരിക്കലും കുട്ടികൾക്ക് ഓവർ വാത്സല്യം കൊടുക്കരുതെന്ന് വിവരമുള്ള ആൾക്കാർ പറയാറുണ്ട്. ബിഗ് ബോസും ലാലേട്ടനുമാണ് ഈ സീസണിൽ യഥാർത്ഥ കണ്ടന്റ് കൊടുത്തതും യഥാർത്ഥത്തിൽ കളിച്ചതും. നെവിൻ്റെ കൂടെ കിടന്നാൽ പോലും ഒരു ദോഷവും നെവിനിൽ നിന്ന് സ്ത്രീകൾക്കുണ്ടാകില്ല എന്ന്. ആദിലയുടെ വായിന്ന് ഇടയ്ക്ക് വീണത് ഒരെണ്ണമാണ്. ചുണ്ട് കണ്ടപ്പോൾ വീണുപോയി. അവളുടെ ചുണ്ട് സംസാരിച്ച് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചുണ്ട് ഒരു പ്രത്യേക രീതിയിൽ കോട്ടി ഇങ്ങറ്റത്തേക്ക് പോകും. ഒരാളിനെ നമ്മൾ സ്നേഹിക്കുമ്പോൾ അയാളുടെ ചുണ്ട് കണ്ട് ഇഷ്ടപ്പെട്ടു, മൂക്ക് കണ്ട് ഇഷ്ടപ്പെട്ടു, മീശ കണ്ട് ഇഷ്ടപ്പെട്ടു, ഇതൊക്കെ കണ്ടാണോ ഒരു പ്രണയം ഉണ്ടാവുക? നമുക്ക് ആരെങ്കിലും എവിടെയെങ്കിലും പോയി ഒരുത്തൻ ഐ ലവ് യു പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ എനിക്കും ഇഷ്ടമാണെന്നങ്ങ് പറഞ്ഞേക്കാം, ആണോ? അല്ല, വകതിരിവോടെ ചിന്തിച്ചിട്ട് പറയണം, ഞാൻ ആലോചിക്കട്ടെ, എനിക്ക് കുറെ പഠിക്കാനുണ്ട്, എനിക്ക് താങ്കളെ കൂടുതൽ അറിയില്ല, താങ്കളുടെ കുടുംബത്തെക്കുറിച്ച് എനിക്കറിയണം, എൻ്റെ വീട്ടുകാരോട് എനിക്ക് പറയണം, എൻ്റെ അത് കഴിഞ്ഞിട്ടുള്ള വിവാഹത്തെക്കുറിച്ചുള്ള കാര്യം സംസാരിക്കണം. ഇപ്പൊ ഇവിടെ പേളിമാണി ശ്രീയേഷ് എന്ന് പറയുന്ന 50 ദിവസങ്ങൾക്ക് മുമ്പ് തുടങ്ങിയതാണ്. അവർക്ക് തമ്മിൽ സംസാരിക്കാൻ ഒരുപാട് സമയങ്ങളും അവസരങ്ങളും ഉണ്ടായിരുന്നു. അതാണ് പക്വതയും വിവരമുള്ള ആൾക്കാർ ചെയ്യേണ്ടതും. ഇവൻ എറിയുന്ന ചൂണ്ടയിൽ ബെയ്റ്റ്, ആ ചൂണ്ടയിൽ അനുമോൾ കൊരുക്കപ്പെടാതെ അനുമോൾക്ക് വിദഗ്ധമായി എസ്കേപ്പ് ചെയ്ത് പോകാനുള്ള ഒരേ ഒരു വഴി എന്ന് പറയുന്നത് ഈ വഴിയിലൂടെ. സാറേ, വീണ്ടും നമുക്ക് സംശയം വരുന്ന ഒരു കാര്യമാണ്. മോഹൻലാൽ വരുമ്പോൾ ഇവളുടെ നാണം ഇച്ചിരി ഓവറല്ലായിരുന്നു സാറേ? അതാണ്. എന്തുണ്ട് വിശേഷം? ഒന്നുമില്ല, നല്ല വിശേഷം. അല്ല, അപ്പോൾ അവിടെ ഒരു വിഷമമോ ഒന്നും ഫീൽ ചെയ്തില്ല? അവിടെ ഒരു കാമുകിയുടെ ഭാവം ഉണ്ടായിരുന്നല്ലോ. അത് അവിടെ ആ തൊട്ടിലിരുന്ന് കാണുമ്പോൾ അവളുടെ മുഖം ഈ ഏഷ്യാനെറ്റ് കാണിക്കുന്നുണ്ടായിരുന്നു. അതിനകത്തൊരു നാണം ഉണ്ടായിരുന്നു. ഇത് മുതലാക്കാൻ ആർക്ക് കഴിഞ്ഞു? ഈ ചേഷ്ടകൾ, ഈ എക്സ്പ്രഷൻ, ഈ സാധനം ഇട്ടത് പലതും മുതലാക്കാൻ ഉപയോഗിക്കാൻ ആർക്ക് കഴിഞ്ഞു? അനീഷ് കഴിഞ്ഞു. ഈ അവസരത്തിൽ ഇവരെ തമ്മിൽ ചേർപ്പിച്ച് കണ്ടന്റുകൾ ഉണ്ടാക്കാൻ അതിനകത്ത് ചില മത്സരാർത്ഥികളും തയ്യാറായി. അപ്പോൾ അവർ തൊട്ടിലിരുന്ന് പാടി, ഊഞ്ഞാലിരുന്ന് ആടി പാടി. ഷാനവാസ് കുറേ ഡയലോഗുകൾ പ്രോത്സാഹിപ്പിച്ചു കൊടുത്തു. കല്ല് ഞാൻ ഉടച്ചു, അങ്ങനെ അലിയിച്ചു. ഇവർ കത്തിച്ചു കൊടുക്കും. ഈ കത്തിച്ചു കൊടുക്കുന്നതിനനുസരിച്ച് അതാണ് കൂട്ടുകാരികൾ കോളേജിൽ പഠിക്കാൻ പോകുമ്പോൾ, അല്ലെങ്കിൽ പെൺമക്കളും ആൺമക്കളും കോളേജിലും സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കാൻ പോകുമ്പോൾ, ജോലിക്ക് പല സ്ഥലങ്ങളിൽ പോകുമ്പോൾ കൂടെ ഉള്ളവർ പ്രോത്സാഹിച്ചു കൊടുക്കുമ്പോൾ നേരെ അങ്ങ് ചാടി കയറി കണ്ട ഇഷ്ടപ്പെട്ട കല്യാണം കഴിക്കാനാണ്. സ്വന്തമായിട്ട് അനുഭവിക്കാനല്ലേ ഉള്ളൂ, സ്വന്തമായിട്ടല്ലേ അനുഭവിക്കും. അപ്പൊ സത്യമായിട്ട് അറിയാം. കാരണം നമ്മുടെ കോളേജിലൊക്കെ ഇതിനകത്തേക്ക് തള്ളിക്കൊടുക്കാൻ ആള് കാണും. പക്ഷെ പിന്നെ ജീവിതകാലം മുഴുവൻ ഇത് ചുമക്കുന്നത്. സാറിന് അത് വേദന അറിയണോ? ഈ സാറിന്റെ മോളെ ഞാൻ അങ്ങനെ തന്നെയാണ് പറയുന്നത്. ഇല്ലെങ്കിൽ എന്റെ മോളെ എനിക്കില്ല, എനിക്ക് മക്കളില്ല, എനിക്ക് ഭാര്യയില്ല, സഹോദരങ്ങളില്ല, കുടുംബമില്ല, ഒന്നുമില്ല. പക്ഷെ എനിക്ക് കൺസേൺ ഉണ്ട്, എനിക്ക് സമൂഹത്തിനോട് കടപ്പാടുണ്ട്, എനിക്ക് ഞാൻ പഠിപ്പിച്ച കുട്ടികളോട് കടപ്പാടുണ്ട്, എനിക്ക് സമൂഹത്തിനോട് കാഴ്ചപ്പാടുണ്ട്. അപ്പൊ സാറിന്റെ മോള് കോളേജിൽ പഠിക്കാൻ പോകുന്നു, ഒരു പയ്യൻ കൃത്യമായിട്ട് അവിടെ നിന്ന് വരും. സപ്പോസ് എന്റെ മോനായിക്കോട്ടെ, അവൻ വന്നിട്ട് പ്രണയം പറയുന്നു, സാറിന്റെ മോള് പറയുന്നു ഓക്കെ ഞാൻ സമ്മതമാണെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ആ സാറിന്റെ മോക്ക് എങ്ങനെ സാറിനോട് എത്തിക്സ് ഉണ്ടാവും, എന്ത് മൂല്യം ഉണ്ടാവും? എനിക്ക് നിങ്ങളെക്കുറിച്ച് അറിയില്ല, നിങ്ങളെ ക്യാരക്ടർ ഇപ്പം നല്ലതാണെന്ന് തോന്നാം, നിങ്ങളെക്കുറിച്ച് പഠിക്കട്ടെ, ഞാൻ എൻ്റെ വീട്ടുകാരോട് പറയട്ടെ, വീട്ടുകാരെ കളഞ്ഞിട്ട് വരാൻ പറ്റത്തില്ല, ഈ കാര്യങ്ങൾ അനലൈസ് ചെയ്യണം. ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് നമുക്ക് നല്ല സുഹൃത്തുക്കളാണ്, അല്ലെങ്കിൽ നമുക്ക് പരിചയപ്പെടാം, മുമ്പോട്ട് പോകാം. വീട്ടുകാരെക്കുറിച്ച് അറിയാം, നിങ്ങളുടെ വീട്ടുകാരെക്കുറിച്ച് അറിയണം. വ്യക്തിയെക്കുറിച്ച് മാത്രം അറിഞ്ഞാൽ പോരാ. ആണായാലും പെണ്ണായാലും വ്യക്തിയെക്കുറിച്ച് മാത്രം ഇന്നത്തെ കാലത്ത് അറിഞ്ഞാൽ പോരാ. ചിലപ്പോൾ ഭ്രാന്തന്മാരും ഭ്രാന്തികളും ഒക്കെ ഉള്ള, അല്ലെങ്കിൽ ഭയങ്കരമായ പ്രശ്നങ്ങളുള്ള, വയലന്റ് ബിഹേവിയറുള്ള, കണ്ട പാവം പോലെ ഇരിക്കുകയും സ്വഭാവം വേറെ ലെവലിലൊക്കെ ആവുന്ന പലതരത്തിൽ. കാരണം MDMAയും ലഹരികളും മറ്റ് സ്റ്റിക്കറുകളും ഒക്കെ ഉപയോഗിച്ച് കുറേ ആൾക്കാർ ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് വഴിതെറ്റി പോകാതിരിക്കണമെങ്കിൽ അവർ വിവരവും ബോധമുള്ളവർ പറയുന്നത് എന്താണെന്ന് കേട്ടില്ലെങ്കിൽ പെട്ട് കഴിഞ്ഞാൽ 2ാം കെട്ടാവും, പിന്നെ 3ാം കെട്ടാവും. ഇതാണ് അവസ്ഥ. പിന്നെ നമുക്ക് അടുത്ത ആളിലേക്ക് അക്ബറിലേക്ക് പോയാൽ അക്ബറിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? അക്ബർ നല്ലൊരു പാട്ടുകാരനാണ്. ആദ്യ സമയം ഞാൻ അനീഷിനെ ഇഷ്ടപ്പെട്ടിരുന്ന സമയത്ത് എനിക്ക് അക്ബറിനെ അങ്ങോട്ട് വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല, കാരണം ബഹളത്തിൻ്റെ ആയിരുന്നു. അനീഷിൽ നിന്ന് ഞാൻ പോയത് നേരെ അനുമോളിലേക്കാണ്. അങ്ങനെയാണ് ഞാൻ പോയത്. ഈ ബിഗ് ബോസ് ഷോ എന്ന് പറയുന്നത് സ്റ്റാറ്റിക് അല്ല. കഴിഞ്ഞ സീസൺ വരെ എന്ന് പറയുമ്പോൾ നമുക്ക് കുറേ സ്റ്റാറ്റിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ എടുക്കാൻ പറ്റും. പക്ഷെ ഈ സീസൺ 7 വന്നിരിക്കുന്നത് എല്ലാം കോമണേഴ്സാണ്. അപ്പാനി ശരത്തിനെയും അനുമോളെയും ഒക്കെ ഒന്ന് മാറ്റി നിർത്തിയാൽ
പിന്നെ സിനിമാ നടൻ ആരുണ്ട്, സിനിമാ നടി വേറെ ആരുണ്ട്? ഷാനവാസ്. ഷാനവാസ്. സീരിയൽ. ഇവരെ 3 പേരെ മാറ്റി നിർത്തിയാൽ 20 പേര് 19 പേര് കോമണേഴ്സ് ആണ്. എനിക്കിതിനകത്ത് 15 പേരെ എനിക്കറിയില്ല. അക്ബറിനെ പാട്ടുകാരൻ എന്നുള്ളത് എനിക്ക് അക്ബറിനെ അറിയില്ല. എനിക്ക് അക്ബറിനെ അറിയില്ല. മറ്റേ ഇവരെ പ്രവീണിനെ അറിയില്ല. ഞാൻ കണ്ടിട്ട് പോലും ഇല്ല ഈ മനുഷ്യനെ. ഈ ഇരിക്കുന്ന ഗണപതി സ്വാമിയുടെ മുമ്പ് വെച്ചല്ലേ ഞാൻ ഈ പറയുന്നത്. നെവിൻ ആരാണെന്ന് പോലും പറഞ്ഞില്ല. എനിക്ക് നെവിനെ ഇഷ്ടമേ അല്ലായിരുന്നു. അഭിഷേക് ജി. ആ അഭിഷേകുമായിട്ട് ഈ നെവിൻ ആദ്യ സമയത്ത് ഒരു സ്ത്രീ വേഷമൊക്കെ കെട്ടി ഒരു ഡാൻസ് കളിക്കുന്ന റീൽസ് പുറത്തു വന്നു. ആ സമയങ്ങളിൽ എനിക്ക് നെവിനെ ഇഷ്ടമേ അല്ലായിരുന്നു. അക്ബറിനെ സംബന്ധിച്ച് എനിക്ക് അക്ബറിനെ അറിഞ്ഞൂടാ. ഇതാരാ താരം എനിക്കറിഞ്ഞൂടാ. ഞാൻ നിൽക്കുന്ന അനീഷിലാണ്. അക്ബറിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? അത് കഴിഞ്ഞ് ഷാനവാസിൽ വന്നു. അത് കഴിഞ്ഞാണ് ഈ ഇദ്ദേഹത്തിന്റെ പാട്ട് ഞാൻ കേട്ടു. പിന്നെയാണ് ഇദ്ദേഹം മ്യൂസിക്കിൽ വിന്നറാണ്, ഒരു മ്യൂസിക് റിയാലിറ്റി ഷോയിൽ വിന്നറാണെന്ന് കണ്ടത്. പിന്നെ ഇയാളുടെ പാട്ട് കണ്ടു. പിന്നെ ഈ തെറ്റിദ്ധരിപ്പിക്കലിൽ ഞാനും ആദ്യം വീണുപോയി. ഇത്ര എക്സ്പീരിയൻസ് ഉള്ള ഞാൻ പോലും ചിലരുടെ തെറ്റിദ്ധരിപ്പിക്കലിൽ ഞാൻ ഇവനെ അപ്പാനി ശരത്ത്, അക്ബർ, അവരുടെ ആ ടീമിനെ ഞാൻ തെറ്റിദ്ധരിച്ചു. പിന്നെയാണ് ഞാൻ മനസ്സിലാക്കിയത് അവരവിടെ കണ്ടന്റ് ഉണ്ടാക്കുകയാണ്. പക്ഷേ അക്ബർ അവിടെ 3.5 ലക്ഷം രൂപയ്ക്ക് വേണ്ടി വോട്ടെടുപ്പ് നടത്തിയല്ലോ. എവിടെ? അവിടെ വെച്ച് 3.5 ലക്ഷം രൂപ അവർ തമ്മിൽ മത്സരിച്ചിട്ട് ജയിച്ച് 3.5 ലക്ഷം രൂപയുടെ കിറ്റ് അത് നിങ്ങൾ തമ്മിൽ സംസാരിച്ച് നിങ്ങളെല്ലാവരും കൂടി വോട്ടിട്ടിട്ട് 3.5 ലക്ഷം സാർ കണ്ടോ? 3.5 ലക്ഷം രൂപയുടെ കൊണ്ടുവന്നിട്ട് എല്ലാവരോടും പറഞ്ഞു നിങ്ങൾ തീരുമാനിക്കുന്ന ആൾക്ക് കൊടുക്കാൻ. ഓരോരുത്തരോരുത്തര് നൂറയുടെ കഷ്ടപ്പാടുകൾ പറഞ്ഞുകൊണ്ട് നൂറയ്ക്ക് കൊടുത്തു. പക്ഷെ അക്ബർ നല്ല ഗെയിമർ ആയിരുന്നു. അക്ബറിന്റെ സ്ഥാനത്ത് സാറായിരുന്നെങ്കിൽ അത് കണ്ടു. ആ സാധനം കണ്ടു. അക്ബറിന്റെ സ്ഥാനത്ത് സാറായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പണമോ പ്രശസ്തിയോ പണം നമ്മൾ ശരിയായിട്ടും പണം എന്ന് പറഞ്ഞാലും ചില ടാക്ടിക്സ് നമ്മൾ ഉപയോഗിക്കുമ്പോ അത് കൃത്യമായിരിക്കണം. ഞാനാണ് ആ സ്ഥാനത്തുണ്ടായിരുന്നെങ്കിൽ ആ പണം എന്ന് പറയുന്നത് നെവിന് കൊടുത്തേനെ. കാരണം ഏറ്റവും പാവപ്പെട്ടവൻ നെവിനാണ്. നൂറയും ആദിലേക്കും അല്ല, അത് അങ്ങനെ അർഹത കൊടുക്കാൻ പറ്റില്ല. ഇവർക്ക് ഒന്നുകിൽ അർഹതന് കൊടുക്കാം അല്ലെങ്കിൽ നൂറയ്ക്ക് കൊടുക്കാം എന്നുള്ള രീതി മാത്രമേ ഉണ്ടായിരുന്നു. ഈ രണ്ടെണ്ണം അക്ബറിന് കൊടുക്കാം അല്ലെങ്കിൽ നൂറയ്ക്ക് കൊടുക്കാം. അപ്പൊ ഇവർക്ക് നറുക്കിട്ടിട്ട് എല്ലാവരോടും കൂടി ഭൂരിപക്ഷം വെച്ച് കൊടുത്തു. നൂറ ആദിലെ സംബന്ധിച്ച് ഇപ്പൊ ഇത് കൂടെ കണക്ട് ചെയ്ത് പറഞ്ഞാൽ ഞാൻ അതിൽ കേട്ടത് അവർക്ക് ബാംഗ്ലൂര് ഇൻഫോസിസിലോ വിപ്രോയിലോ ജോലിയുണ്ട്. വിപ്രോയിലെ ജോലി എന്ന് പറഞ്ഞാൽ നല്ല ശമ്പളം. 2 പേർക്കും ജോലി എന്ന് കുഞ്ഞുകുട്ടി പരാധീനങ്ങളൊന്നുമില്ല. 2 ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം നൂറ സരിക KBയെ തള്ള 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 എന്ന് വിളിച്ചു. എനിക്ക് ഭയങ്കരമായിട്ട് അമർഷം തോന്നി, ദേഷ്യം തോന്നി ഒരെണ്ണമാണ്. ഒരു തള്ളയായ ഒരമ്മയാവാൻ ഭാഗ്യം ചെയ്യണം. അപ്പോൾ ഒരു പ്രസവിച്ച സ്ത്രീയെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണം. എനിക്ക് പ്രസവം വേണ്ട, എനിക്ക് പ്രസവ വേദന സഹിക്കാൻ പറ്റുന്നില്ല, എനിക്ക് പ്രസവ വേദന ഉൾക്കൊള്ളാൻ താല്പര്യമില്ല, ഞാൻ പ്രസവിക്കുകയില്ല, എനിക്ക് പുരുഷനും വേണ്ട എന്ന് പറഞ്ഞിട്ട് പ്രസവിച്ച സ്ത്രീകളെ തള്ള എന്ന് കുറിച്ച് ഇൻസൾട്ട് ചെയ്യുന്ന ആളിനെ എനിക്കൊരിക്കലും റെസ്പെക്ട് ചെയ്യാൻ പറ്റത്തില്ല. നികൃഷ്ടമായിട്ടാണ് നൂറ ആ വാക്ക് സരിത KBയെ ഈ വാക്ക് വെച്ച് വിളിച്ചത്. ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ അടിനാശം ഉണ്ടാക്കിയേനെ. സാറേ, ഇവിടെ വേറെ ബഹളം ഉണ്ടാക്കാനും കണ്ടന്റ് ഉണ്ടാക്കാനും സിറ്റുവേഷൻ അവിടെ ഉണ്ട്. അവർക്ക് പുട്ടും പയറും അപ്പവും ദോശയും ഈ പറഞ്ഞ കറിയും അടിയും മാത്രമേ ഉള്ളൂ. അവിടെ വിഷയങ്ങൾ കിടക്കുന്നു. സരിത KB പറയുന്ന കാര്യത്തിൽ അതുപോലെ ലക്ഷ്മി പറഞ്ഞില്ല. ഒരൊറ്റ മനുഷ്യര് സരിത KBയെ തള്ള എന്ന് വിളിച്ചിട്ട് നൂറ ഇൻസൾട്ട് ചെയ്യുമ്പോൾ ഞാനായിരുന്നു ആ ഷോനകത്ത് ഉണ്ടായിരുന്നതെങ്കിൽ ഞാൻ അടിച്ച് പൊളിച്ചേനെ. കാരണം ഒരിക്കലും ഒരു പ്രസവിച്ച സ്ത്രീയെ ഒരു അമ്മയായി കാണാനോ ഒരു സഹോദരിയായി കാണാനാണ് വേണ്ടത്. അല്ലാതെ അത് ഒരു ദിവ്യത്വമാണ്. എല്ലാ സ്ത്രീകൾക്കും അത് പറ്റുന്നില്ല. പ്രസവിക്കാൻ കഴിയാത്ത കല്യാണം കഴിച്ച സ്ത്രീകൾ ഒരുപാട് പേരും ഉരുളി കമഴ്ത്തിയും നേർന്നും പടച്ചവന് പ്രാർത്ഥിക്കാൻ വേണ്ടി മുട്ടി നടക്കുമ്പോൾ ഇവള് ഏകദേശം 30 വയസ്സാ പ്രായം, അല്ലെങ്കിൽ 25 വയസ്സിൽ മുകളിൽ പ്രായം വരുന്ന ഒരു ചെറുപ്പക്കാരി അവിടെ നിന്നുകൊണ്ട് തള്ളേന്ന് വിളിച്ച ഒരു സഹോദരിയെ അല്ലെങ്കിൽ വനിതാ KBയെ ഇൻസൾട്ട് ചെയ്തത് എനിക്ക് ഭയങ്കര കലിപ്പ് വന്നൊരു സാധനമാണ്. പക്ഷെ ആരും അവിടെ പ്രതികരിച്ചില്ല. അപ്പം അങ്ങനെ ഒരു നിഷേധി. 2 പ്രസവത്തിനെ കുറ്റം പറയുന്ന ഒരു പാർട്ടികൾ. പ്രസവിക്കാൻ താല്പര്യമില്ല, വേദന താല്പര്യമില്ല. ഇവർക്കൊക്കെ ഭാവിയിൽ എന്താണ് വരാൻ പോകുന്നതെന്ന് ആലോചിച്ചാണ് എൻ്റെ ഉത്കണ്ഠ. പിന്നെ പെറ്റ മാതാപിതാക്കളോട് നന്ദിയും കൂറുമില്ല. ഇപ്പം ഇന്നത്തെ കാലത്ത് അവർക്ക് അവരുടെ പ്രായമാണ്, അവരങ്ങോട്ട് ഈ രക്തത്തിളപ്പ് അങ്ങ് മാറും. അത് കഴിഞ്ഞ് കുറെ കഴിഞ്ഞിട്ട് റിയാലിറ്റി വരും.
അപ്പോഴെന്താണ് സാധനം വരുന്നതെന്ന് പറയുന്നത് നമ്മുടെ കയ്യിലൊന്നും അല്ല. ഒരുപാട് സംഗതികളുണ്ട്. ഈ ശരീരം നിയന്ത്രിക്കപ്പെടുന്നത് ഇതിനകത്തുള്ള കുറേ ഘടകങ്ങളുണ്ട്. ഇത് കുറേ അങ്ങ് മാറി കഴിയുമ്പോഴത്തേക്ക് പണികളുടെ ഘോഷയാത്ര വരും. നമ്മളൊക്കെ അനുഭവിച്ചു കഴിഞ്ഞ അല്ലെങ്കിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരായിട്ട് പറഞ്ഞാൽ. അതുകൊണ്ട് പ്രസവിച്ച സ്ത്രീകളെ ദയവ് ചെയ്ത് തള്ള എന്ന് വിളിച്ചിട്ട് ഇൻസൾട്ട് ചെയ്യരുത്. എന്നെയൊക്കെ അച്ഛ അപ്പൂപ്പ മാമ വിഷമമില്ല. നൂറയിൽ കണ്ട ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഏതാ നൂറയിൽ നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ലൊരു പെൺകുട്ടിയാണ്. പക്ഷെ അതിനെ വളർന്നതോ വളർത്തിയോ പാഴിക്കളഞ്ഞു. ഓവർ വാത്സല്യങ്ങൾ കൊടുത്ത്. ഒരിക്കലും കുട്ടികൾക്ക് ഓവർ വാത്സല്യം കൊടുക്കരുതെന്ന് വിവരമുള്ള ആൾക്കാർ പറയാറുണ്ട്. അമിതമായ വാത്സല്യം. പ്രായമുള്ളവർ പറഞ്ഞ് സാറ് കേട്ടിട്ടുണ്ടാവും, അടിച്ചു വളർത്തുന്ന കുട്ടികളും വെട്ടി വളർത്തുന്ന തേക്ക് മരവും ലക്ഷങ്ങൾ വില മതിക്കുമെന്ന് കേട്ടിട്ടുണ്ടല്ലോ. അപ്പൊ കുട്ടികൾ കാണിക്കുന്ന തെറ്റുകുറ്റങ്ങൾക്ക് ശാസനയും ശിക്ഷകളും കൊടുത്ത് അവരെ ഏറ്റവും നല്ല മക്കളായിട്ട് വളർത്തി ഉയർത്തി കൊണ്ടുവന്നാൽ അവർ സമൂഹത്തിൽ ഏറ്റവും വലിയ തേക്കും ഈട്ടിയും ഒക്കെയാണ്. ലക്ഷങ്ങളും കോടികളും വില മതിക്കും. പക്ഷേ ഇവരെ സംബന്ധിച്ച് എന്ത് ചെയ്യും? ഇഷ്ടം പോലെ വളർത്തി, തോന്നിയ പോലെ വളർത്തി. വിശുദ്ധ ഖുർആനിൽ പറയുന്ന കണക്ക് ജനങ്ങൾ കുറേ പേരും തോന്നിയവാസികളാണ്. അവരുടെ ഇഷ്ടത്തിന് വളർന്നപ്പോൾ അവരുടെ ഇഷ്ടത്തിന് പോകാനായിട്ട് ശ്രമിച്ചു. ഇഷ്ടത്തിന് പോകാൻ തുടങ്ങിയപ്പോഴത്തേക്ക് വാല്യൂസ് നോക്കിയില്ല, എത്തിക്സ് നോക്കിയില്ല, കാര്യങ്ങളൊന്നും നോക്കിയില്ല. ദെൻ അവരുടേതായിട്ടുള്ള പ്രത്യയശാസ്ത്രങ്ങളും അവരുടെ സംസ്കാരവും ഇതൊന്നും നോക്കിയില്ല. മാതാപിതാക്കളെ നിഷ്കരണം വലിച്ചെറിഞ്ഞു, ഇവരുടെ കൂടെ പോയി. ഞാൻ എൻ്റെ യൂട്യൂബ് വീഡിയോ, എൻ്റെ ഈ ഇതുവരെയുള്ള റിവ്യൂവിൽ ഞാൻ ഇവരെ രണ്ടുപേരെയും ഫോക്കസ് ചെയ്തിട്ടേ ഇല്ല. ഞാൻ ആദ്യമായിട്ട് സാറിൻ്റെ അടുത്താണ് ഇവരെ രണ്ടുപേരെയും വെച്ച് ഞാൻ ഈ പറയുന്നത്. രണ്ടുപേരും ചെയ്തു കൂട്ടിയതിന് നമുക്ക് പക്ഷെ ആസ് എ ഗെയിമർ എന്ന് പറഞ്ഞാൽ വളരെ സൈലന്റ് ആയിട്ട് നിൽക്കുകയും അങ്ങനെ ഇപ്പൊ ഇന്നത്തെ ഈ സാർ പറയുന്ന കാര്യം ഞാൻ കണ്ടില്ല. പക്ഷെ അതളിച്ച് ബാക്കി അങ്ങനെ ഒരാളോട് കയറി ആക്രമണത്തിനൊന്നും നൂറ പോയതായിട്ട് കണ്ടില്ല. അപ്പൊ അങ്ങനെ വരികയായിരുന്നു, വളരെ സൈലന്റ് ആയിരുന്നു. പക്ഷെ ഗെയിം വന്നപ്പോ ഫിസിക്കൽ ഗെയിം വന്നപ്പോ വളരെ ശക്തമായിട്ട് ആരിനെ ഇടിച്ചു നിന്ന ആളാണ്. കൃത്യമായി പറയാം, ഗെയിമർ എന്നുള്ള നിലയിൽ നൂറ മിടുക്കിയാണ്. പക്ഷെ ബിഗ് ബോസ് ഷോ എന്ന് പറയുന്നത് ഗെയിം ഷോ ആണോ? ഗെയിം ഷോ മാത്രമാണോ? അതൊരു റിയാലിറ്റി ഷോ ആണ്. അതിനകത്ത് എൻ്റർടൈൻമെൻറ്റ്സ് വേണം, അതിനകത്ത് എൻകറേജ്മെൻറ്റ് വേണം, അതിനകത്ത് ഇൻസ്പിറേഷൻസ് വേണം, അതിനകത്ത് മോട്ടിവേഷൻ വേണം. സമൂഹം എന്ന് പറയുന്ന ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാർ കാണുമ്പോൾ കൊടുക്കാനുള്ള മെസ്സേജുകളുണ്ട്. കുറേ ഗെയിം ഓടിച്ചാടി ബോൾ ഉരുട്ടി അതിലിട്ടിട്ടും, അല്ലെങ്കിൽ കുറേ സംഗതികൾ അങ്ങ് സൈക്കിൾ ചവിട്ടുമ്പോൾ ഇങ്ങനെ ഒറ്റക്കാലിൽ നിന്നിട്ടും ബലൂൺ പിടിച്ചുകൊണ്ട് നിന്നിട്ടും. അങ്ങനെയാണെങ്കിൽ ത്രൂ ഔട്ട് 24 hours കുറേ ബലൂണും കരണ്ടി സ്പൂണും കൊടുത്ത് സ്പൂണും അത് സമ്മതിച്ചു. ഗെയിമർ എന്നുള്ള നിലയിൽ നൂറ മിടുക്കിയാണ്. പക്ഷെ നൂറയും ആദിലയും പലപ്പോഴും പറയുന്നു, നമ്മൾ ഇവിടം വരെ എത്തിയത് തന്നെ എങ്ങനെയെന്ന് അറിയുന്നില്ല, നമ്മൾ ഇവിടം വരെ എത്തുന്നൊന്നും പ്രതീക്ഷിച്ചതല്ല. അവർക്ക് തന്നെ അവരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്താണ് അവർ കാണുന്നത്. അപ്പൊ അവർ നിന്നുപോയ ഘടകങ്ങൾ എന്തൊക്കെയാണ് നന്നായിട്ട് നമുക്ക് എല്ലാവർക്കും. ഞാൻ ചോദിക്കട്ടെ സാറേ, ഇപ്പം ആദില നൂറയും കൂടി ഫൈനൽ 5 എത്തുന്നു. ശരിയായിട്ടും ആദില ഇപ്പം പുറത്തു പോയിരുന്നെങ്കിൽ, ആദിലേക്ക് പുറത്തു പോയി വേണ്ട രീതിയിൽ വോട്ട് സമാഹരിച്ച് നൂറയ്ക്ക് വിജയിക്കാനുള്ള ഒരു വഴിപ്പാത ഒരുക്കാമായിരുന്നില്ലേ? തീർച്ചയായിട്ടും. അവർ രണ്ടുപേരും എവിടെ ഫൈനൽ 5 പോയി വഴി പോലെ നിന്നിട്ട് കഥയുണ്ടോ? വളരെ നല്ല കാര്യമാണ്. ആദിലയും നൂറയും ഫൈനൽ 5 വരില്ല. ഇത് ഏറ്റവും നല്ലൊരു സംഭവം എന്ന് പറയുന്നത് ആദില പുറത്തേക്ക് പോകുന്നതായിരുന്നു നല്ലത്. കാരണം നൂറയ്ക്ക് വേണ്ടി വോട്ട് പിടിക്കാം, സപ്പോർട്ട് ചെയ്യാം, ഇങ്ങനെയൊക്കെ നമ്മൾ പക്ഷെ അവരും പ്ലാൻ ചെയ്തത് അങ്ങനെ തന്നെയായിരുന്നു. പെട്ടിയെടുത്ത് ആദില പുറത്തേക്ക് പോവുക, നൂറ ഫൈനൽ 5 വരെ വരിക, വിന്നറാവട്ടെ. അപ്പൊ അതുകൂടെ കിട്ടും. എന്തായാലും 100 ദിവസം 90 ദിവസം ഓരോ ദിവസം നിൽക്കുന്നതിനും വെറുതെ അല്ലല്ല, നല്ല ചക്ക പോലെ നല്ല ആയിരങ്ങൾ എണ്ണിക്കൊടുത്തിട്ടാണ് ഇവർ ഓരോരുത്തരെ അവിടെ നിർത്തിയിരിക്കുന്നത്. അപ്പം 100 ദിവസം നിൽക്കുന്നതിന് 10,000 രൂപ വെച്ചിട്ടാണെങ്കിലും 10 ലക്ഷം രൂപ കിട്ടും. 10,000 ചിലർക്കൊക്കെ അതിനേക്കാൾ കൂടുതലുണ്ട്. എന്തായാലും 10 ലക്ഷം കിട്ടും. ഈ എടുക്കുന്ന പെട്ടി 5 ലക്ഷം 7 ലക്ഷം ആണെങ്കിൽ അതും കിട്ടും. ഇതെല്ലാം ഇവർ ബിഗ് ബോസ് ഇപ്പോഴത്തെ ടീമിൽ പൊളിച്ചു കൊടുത്തു. അതോടെ പുറത്തു പോക്കെന്ന് പറയുന്ന സാധനം. പക്ഷേ അവരുടെ സംസാരം കേട്ടിട്ടാണോ ഇവർ പൊളിച്ചത്? സംസാരം കേട്ടിട്ടാണ് പൊളിച്ചത്. സംസാരം കേട്ട് കഴിയുമ്പോഴത്തേക്ക് അവർക്ക് പുതിയ ആശയം തോന്നി. അത് ഈ കേരളത്തിലെ ജനങ്ങളെല്ലാം അല്ലെങ്കിൽ നെവിൻ പെട്ടിയെടുക്കുമെന്ന് രണ്ടുപേരും ഉറപ്പിച്ചിരിക്കുന്ന സിറ്റുവേഷനാണ്. നെവിൻ പറഞ്ഞു ഞാൻ എടുക്കത്തില്ല, എനിക്ക് ഫൈനൽ 5 ആണ് വേണമെന്ന് പിന്നെ പറഞ്ഞു. ഫൈനൽ 5 എനിക്ക് ഫൈനൽ 5 എത്തിയാൽ മതി. അവൻ അങ്ങനെ ഒരു ശുദ്ധ ഹൃദയനാണ്, പ്യൂർ സോളാണ്. അവൻ അങ്ങനെ ക്രൂക്കഡ് ആരും നശിപ്പിക്കുകയില്ല. ഇന്നലെ പോലും ആ പൂരി എടുത്ത് കളയുന്ന ഒരു പ്രശ്നം വന്നിട്ട് അവസാനം സിഗരറ്റ് വലിക്കുന്ന മുറിയിൽ മറ്റവൻ വന്നപ്പോൾ പേര് പറഞ്ഞു. അവൻ വന്നപ്പോഴത്തേക്ക് പുള്ളി ഉടനെ തന്നെ സോറി, ഞാൻ അങ്ങനെ ഫുഡ് കളയോ, ഉറപ്പായിട്ട് ഞാൻ ഉണ്ടാക്കില്ല, ഞാൻ ഇത് തന്നെ കഴിയും. പെട്ടെന്ന് ക്ഷമിക്കാൻ കഴിവുള്ളവരും എന്ന് വെച്ചാൽ ഒരു നല്ല
സരള ഹൃദയനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. പക്ഷെ ആദില പൈസ എടുത്തോണ്ട് പോകും എന്നുള്ള ഒരു കണ്ണിങ് സംഭവമാണ്. അത് കേരളത്തിലെ ജനങ്ങൾക്ക് മൊത്തം മനസ്സിലായി. ബിഗ് ബോസ് ഒരാളല്ലല്ലോ, അതൊരു ഡയറക്ടർ ബോർഡ് എന്ന് പറയുന്ന ഒരു ടീമാണ്. അവരുടെ ചർച്ചകളിൽ എന്നാൽ ഈ എമൗണ്ടിനെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എല്ലാവരിലേക്കും പോവാം, അത് രസകരമായി മാറി. അതൊരു പുതിയ ഇൻവെൻഷനാണ്. എല്ലാവർക്കും സംഗതികളിലേക്ക് എത്താൻ പറ്റി. ഒരാൾ മാത്രം അങ്ങനെ മൊണോപ്പൊളി ചെയ്ത് എടുത്തോണ്ട് പോകുള്ളൂ. പക്ഷെ പലപ്പോഴും മറ്റേ ഗെയിമേഴ്സിനെക്കാട്ടി കൂടുതൽ നന്നായിട്ട് കളിച്ചത് ബിഗ് ബോസ് ആയിരുന്നു ഇപ്രാവശ്യം. അതാണ്, പല ഗെയിമുകൾ പലതും അവർ കളിച്ചു. ബിഗ് ബോസും ലാലേട്ടനുമാണ് ഈ സീസണിൽ യഥാർത്ഥ കണ്ടന്റ് കൊടുത്തതും യഥാർത്ഥത്തിൽ കളിച്ചതും. ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞാൽ അടുക്കള അടിയക്കാർ മാത്രം, അടുക്കള അടിക്കാരായിരുന്നു. ഈ സീസണിലുള്ളത് അടുക്കള അടി ടീമാണ് ഇതിനകത്തുണ്ടായിരുന്നത്. അടുക്കളയുടെ ഒരു കൃത്യ മീറ്റർ ചുറ്റകത്ത് അടുക്കള അടി, ആ അടുക്കള അടിയിൽ അടി നടക്കുമ്പോഴത്തേക്ക് കറക്റ്റ് മീറ്റർ പിടിച്ച കണക്ക് അനീഷ് ഇവിടെ നിന്ന് ക്യാമറയുടെ ഫ്രെയിമിന്റെ ഇവിടം വരെ എത്തും, നേരെ തിരിച്ചു വിടുന്നത്. എങ്ങനെ ഇത് എവിടം വരെ എത്തും, എങ്ങനെയാണ് ഇത് ട്യൂൺ ചെയ്യുന്നതെന്ന് അറിയില്ല. ഫോക്കസ് ഇങ്ങനെ പോകും, ഇങ്ങനെ തല ഇങ്ങനെയല്ലേ ഇരിക്കുക, ഇങ്ങനെ പോകും, കറക്റ്റ് ആയിട്ട് പോയിട്ട് വരും. അപ്പൊ അതിലെ നൂറയും അത് പോട്ടെ. ദെൻ അക്ബറിനെ സംബന്ധിച്ച്, അക്ബർ എന്ന് പറയുന്ന വ്യക്തി ഇപ്പൊ കല്യാണം കഴിഞ്ഞു. അപ്പൊ നൂറയെ സംബന്ധിച്ച് നൂറയ്ക്ക് നല്ല ഗുണമുള്ളതെന്ന് പറയുന്നത് നല്ല ഗെയിമറാണ്, നല്ല ഡെഡിക്കേഷനാണ്, നല്ല ടാലന്റ്. ഇത്രയും കഴിവുള്ള കുട്ടിയെ ഞാൻ ആലോചിച്ചു, അത് നേരെ ചൊവ്വയെ പഠിച്ചു കഴിഞ്ഞെങ്കിൽ അതിന് MBBS MDയോ അല്ലെങ്കിൽ ഞാൻ ബയോളജി ആയതെന്ന് ചിന്തിച്ചാണ്, അല്ലെങ്കിൽ IAS സിവിൽ സർവീസോ ഒക്കെ എടുത്ത് നല്ലൊരു കുടുംബത്തിൽ പോയി നല്ലൊരു പുരുഷനെ നല്ലൊരു കുടുംബത്തിലോട്ട് കല്യാണം കഴിച്ചു പോയി നല്ലൊരു കുടുംബമായി ഫാമിലിയായി പോകാനും നല്ല മക്കൾക്ക് ജന്മം കൊടുക്കാനും മീൻസ് ഗുണനിലവാരം കൂടിയ നല്ല ഒരു തരത്തിൽ പോകാനുള്ള ഒരു അവസരത്തിനെയാണ് ഈ കൊച്ചിത്രയും ഇല്ലാതാക്കി കളഞ്ഞല്ലോ. നിസ്സാരമായ ചില ഈ എന്താ പറയുക ചില വികാരങ്ങൾ അല്ലെങ്കിൽ ചില ബാല്യ ചാബല്യങ്ങൾ എന്നേ പറയത്തുള്ളൂ, അതിൽ പെട്ട് പോയല്ലോ എന്നുള്ള നഷ്ടബോധം. പക്ഷെ അങ്ങനെ സാറിന് ഈ ബയോളജിയുമായിട്ട് നല്ല ബന്ധമുള്ളത് കൊണ്ട് ചോദിക്കുക, ഇത് ജന്മന അവരുടെ ഒരു അപ്രോച്ച് അങ്ങനെ ആയി വരുന്നത് ഹോർമോൺസ് ശരിയായിട്ടും ഇവിടെ തരുന്നത് ഹോർമോണൽ എക്സ്ചേഞ്ചിന്റെ ഒരു പ്രശ്നം തന്നെയാണ്. പക്ഷെ ഈ ഹോർമോണ് ഉണ്ടാക്കപ്പെടണോ വേണ്ടേന്ന് തീരുമാനിക്കുന്നത് മനസ്സാണ്, അല്ലേ? മനസ്സാണ്. അതെ സാറേ, മനസ്സിൽ വികാരം തോന്നാതെ എങ്ങനെയാണ് ഹോർമോൺ ഫോം ചെയ്യുക? എൻ്റെ മുമ്പിൽ ബിരിയാണി, ചിക്കൻ ബിരിയാണിയും ഫ്രൈഡ് റൈസും അതും ബീഫ് കൊലത്തിയതും മലത്തിയതും ഫ്രൂട്ട് സലാഡ് എല്ലാം കൊണ്ടുവയ്ക്കുമ്പോൾ ഞാൻ ആ കണ്ണുകൊണ്ട് ആ ഫുഡിലേക്ക് നോക്കുകയും അത് ഞാൻ മനസ്സിലേക്ക് എടുത്ത് പ്രോസസ്സ് നടത്തുമ്പോഴാണ് സലൈവ എന്ന് പറഞ്ഞ് എൻ്റെ വായിൽ സെക്രീഷൻ ഊറുന്നത്, അല്ലേ? ഞാനെന്നാൽ അത് കൊണ്ടുവയ്ക്കുമ്പോൾ എനിക്കത് വേണ്ട എന്നുള്ള തീരുമാനത്തിൽ വെറുപ്പോടു കൂടിയാണ് എടുക്കുന്നതെങ്കിൽ എൻ്റെ വായിൽ ക്രമത്തിലധികം സലൈവ ഉണ്ടാവില്ല. നോമ്പെന്ന് പറയുന്ന സമയങ്ങളിൽ എത്ര ഫുഡിൻ്റെ മണം വന്നാലും മുസ്ലിം സഹോദരങ്ങളുടെ വായിൽ വെള്ളം ഊറാറില്ല, അത് നിഷ്ഠയാണ്. സാറ് അതുപോലെ ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു പുരുഷൻ സാറിൻ്റെ ശരീരത്തിലേക്ക് പിടിക്കുമ്പോൾ ആ സാറിന് ഇതൊന്നും താല്പര്യമില്ല എങ്കിൽ സാർ തട്ടിക്കളയും. അതെ തന്നല്ലോ. എന്നാൽ സാറിൻ്റെ ഭാര്യ അല്ലെങ്കിൽ സാറിൻ്റെ കാമുകി എപ്പോഴെങ്കിലും സ്നേഹത്തോടെ സാറിൻ്റെ ശരീരത്തിൽ പിടിക്കുകയും സാറും സ്നേഹത്തോടെ ഇരിക്കുകയും ചെയ്യുകയാണെങ്കിൽ സാറിൻ്റെ മനസ്സിൽ ഈ സ്നേഹത്തിൻ്റെതായ ചിന്തകളും സെക്സിൻ്റെതായ ചിന്തകളും ഡെവലപ്പ് ചെയ്തു തുടങ്ങുമ്പോഴാണ് സാറിൻ്റെ ശരീരം ആക്ടിവേറ്റ് ചെയ്തു തുടങ്ങുന്നതും എൻഡോക്രൈൻ ഗ്ലാൻഡുകൾ അതിൻ്റെ ഹോർമോണുകൾ പ്രൊഡ്യൂസ് ചെയ്തു തുടങ്ങുന്നത്. അല്ല, നേരത്തെ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്ത് കെമിക്കൽ കൊണ്ടുവന്നിട്ടല്ല ഇത് തോന്നുന്നത്. ഈ തോന്നൽ വരുമ്പോഴാണ് ഈ സാധനം ഉണ്ടാവുക. കണ്ണുനീര് വന്നിട്ടാണോ കരച്ചിലിനെ കുറിച്ച് ഓർക്കുക, കരച്ചിൽ വരുമ്പോഴാണോ കണ്ണുനീരുണ്ടാവുക? ചിന്തിച്ചാൽ മതി. അപ്പോൾ നമ്മൾ അടുത്തിരുന്ന് ആൺകുട്ടി, നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ നമുക്കറിയാം, നമ്മൾ അടുത്തിരുന്ന് ചിലരിൽ തടവി ചിലരിങ്ങനെ പിടിച്ചും ഇതിലൊരു സുഖം കണ്ടെത്തുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവും, ആണായാലും പെണ്ണായാലും. ഇതിൽ സുഖം കണ്ടെത്താത്തവരാണ് തട്ടിക്കളയുക. ഈ ഹോസ്റ്റലിലൊക്കെ ജീവിക്കുമ്പം രണ്ടുപേരും ഒരുമിച്ച് കിടക്കുകയും അടുത്ത് കിടക്കുകയും കെട്ടിപ്പിടിച്ച് കിടക്കുകയും ആണായാലും പെണ്ണായാലും അത് കിടക്കുകയും അതിൽ ഒരു രണ്ടാണുങ്ങൾ എടുത്തോട്ടെ, ഗേസ് തന്നെ എടുത്തോട്ടെ. ഇപ്പം നെവിൻ പറഞ്ഞ എന്താണ്, നെവിനിൽ കുറച്ചുകൂടെ ഫെമിനിയൻ ക്യാരക്ടർ, സ്ത്രീയുടെ ക്യാരക്ടർ കുറച്ച് കൂടുതലാണെന്നുള്ളത്, അല്ലേ? അപ്പം അതുകൊണ്ട് തന്നെ അവന് സ്ത്രീകളുടെ അടുത്ത് പോയിരുന്നാൽ ഒരു പ്രോബ്ലം ഇല്ല. അതുകൊണ്ടാണ് സരിത കെ പി പറഞ്ഞത് നെവിൻ്റെ കൂടെ കിടന്നാൽ പോലും ഒരു ദോഷവും നെവിനിൽ നിന്ന് സ്ത്രീകൾക്കുണ്ടാകില്ല എന്ന്. എന്നാൽ പുരുഷന്മാരുടെ അടുത്ത് ഏതെങ്കിലും അവന് താല്പര്യത്തോടു കൂടി അവൻ ഏതെങ്കിലും പുരുഷൻ്റെ അടുത്തിരുന്നിട്ട് അവൻ പുരുഷൻ്റെ ശരീരത്തിലേക്ക് തടവുകയോ സ്പർശിക്കുകയോ ചെയ്താൽ ഉറപ്പായി ഒരു ഇലക്ട്രിക്കൽ ഇമ്പൾസ് എന്ന് പറയുന്ന സാധനം പുരുഷൻ്റെ ശരീരത്തിലൂടെ കയറിപ്പോവും. അത് താല്പര്യമുള്ള പുരുഷനാണെങ്കിലോ? അതെ. ചില അസ്ഥാന സമയത്ത് നേരത്തെ അടുത്തിരിക്കുന്ന ആളാരാണ്? ആദില. ഈ നൂറയും ആദിലയും നിങ്ങൾ നോക്കിയാൽ ആരെയാണ് കൂടുതൽ സ്ത്രീ ക്യാരക്ടറായിട്ട് തോന്നാൻ പറ്റുന്നത്?
നൂറയാണ്. അപ്പം മെയിൽ ക്യാരക്ടർ എന്ന് പറയുന്ന രീതിയിൽ ചിന്തിക്കാനും അതിൻ്റെ രീതിയിലുള്ള തോട്ട് പ്രോസസ്സുകൾ ഉണ്ടാകാനും മനസ്സിൽ ചിന്തിക്കുന്ന ആളും അയാളിലാണെങ്കിൽ അയാളിൽ സ്വാഭാവികമായിട്ട് രണ്ടുപേരിലും ഏതൊരു വ്യക്തിയിലും സ്ത്രീയിലായാലും പുരുഷനായാലും ആണിൻ്റെ ഹോർമോണും പെണ്ണിൻ്റെ ഹോർമോണും ഉണ്ടെന്ന് നമുക്കറിയാമല്ലോ. അതിൽ അളവിൻ്റെ വ്യത്യസ്തത അനുസരിച്ചിട്ടാണ് ആണാവുന്നതും പെണ്ണ് പെണ്ണാകുന്നതും. ദെൻ ഈ ക്യാരക്ടർ അല്പം കൂട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് മറ്റേതിനോടുള്ള ഇഷ്ടം കുറച്ച് കൂടാം. ഇത് ഹോർമോണിൽ തന്നെയാണ്. ഇത് മനസ്സും ഹോർമോണുമാണ്. ഈ മനസ്സും ഹോർമോണും ഇവിടെ സംഗമിക്കുമ്പോൾ ഇതിനെ തടയാൻ പറ്റുന്ന കുറേ സിറ്റുവേഷൻസ് ഉണ്ട്. ഇത് ഒരു നമ്മളിപ്പോ അറിയപ്പെടുന്ന ഒരാൾക്കാർ മാത്രമല്ല, ഇതുപോലെ ധാരാളം ആൾക്കാരില്ലേ സാറേ ലോകം മുഴുവനുണ്ട്. ഈ പറയുന്ന സാധനം ജന്മനാളുള്ളതല്ല. ജന്മനാളുള്ളത് ട്രാൻസ് എന്ന് പറയുന്ന സഹോദരങ്ങളാണ്. ഞാൻ അവരോടൊപ്പമാണ്. അവർ ജനിച്ചത് അവരുടെ പ്രോബ്ലം കൊണ്ടല്ല. ആണോ? അല്ല. ട്രാൻസ് വുമണും ട്രാൻസ് മെയിലും, ട്രാൻസ് മെന്നും ട്രാൻസ് വുമണും എന്ന് പറയുന്നതുകൊണ്ടാണ് ഇവിടെ മെയില് ഫീമെയില് ട്രാൻസ് എന്ന് പറയുന്ന 3 കമ്മ്യൂണിറ്റിക്ക് പ്രാധാന്യം കൊടുത്തതും അവരെ അംഗീകരിക്കപ്പെട്ടതും. അവരെ അംഗീകരിക്കണം, അവർക്ക് വേറെ വഴിയില്ല. അവർ നമ്മുടെ സഹോദരങ്ങളാണ്. ഞാനൊരു കാര്യം സാറിന് ചോദിക്കാം. പിന്നെ ലാലേട്ടൻ ചോദിക്കുമ്പോൾ ലാലേട്ടൻ ചോദിച്ചു എങ്ങനെ ഇത് സഹിക്കുന്ന പെട്ടുപോയില്ലേ ലാലേട്ട എന്ന് നൂറ പറയുന്നത്. അത് തമാശ രൂപത്തിലാണ് പറഞ്ഞെങ്കിലും പക്ഷേ അത് നമുക്ക് വല്ലാതെ കൊണ്ടുപോകും. അത് വളരെ കറക്റ്റാണ്. ഞാനും അത് ശ്രദ്ധിച്ചു. പെട്ടുപോയില്ലേ എന്ന് പറയുന്നില്ലേ, ആ പെട്ടുപോയില്ലേ എന്ന് പറഞ്ഞതിന് സ്ഥലത്തിന് ശേഷം ഞാൻ ഒരു വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. അധികകാലം ഇത് പോകാൻ സാധ്യതയില്ല. താമസിയാതെ തന്നെ നൂറെ തേടി സിനിമയും മറ്റേ ഫാഷനുകളും മോഡലിങ്ങും മറ്റു പല പല സാധനവും വരും. ദെൻ ആദിലയുടെ മറ്റൊരു ചിലരുമായിട്ട് കമ്പനി ആകുമ്പോൾ അവനുമായിട്ട് കൂടുതൽ അല്ലെങ്കിൽ അവളുമായിട്ട് കൂടുതൽ പോകരുതെന്ന് പറയുന്ന രീതിയിൽ ആദിലെ ചില ഡയലോഗുകൾ അവളോട് പറയുന്നുണ്ട്. ഇപ്പൊ ഈയിടെ മറ്റേ നൂറയുടെ നേവൽ നോക്കി എന്ന് പറഞ്ഞിട്ട് ആര്യൻ നോക്കി, അതിപ്പം വല്ലാതെ ആണുങ്ങൾ വയലന്റ് ആകുന്നതിനെക്കാട്ടി ശക്തമായിട്ട് വയലന്റ് ആയത് ആരായിരുന്നു? ആദിലെ വയലന്റ് ആയി കണ്ടല്ലോ. അതാ പറഞ്ഞത്. ഇവർ തമ്മിൽ കുറച്ച് കാലൂടെ പോവും. പക്ഷെ ഈ സംഗതി അതാണ് പറയുന്നത്. ഈ ആദിലയുടെ വായിന്ന് ഇടയ്ക്ക് വീണത് ഒരെണ്ണമാണ്. ചുണ്ട് കണ്ടപ്പോൾ വീണുപോയി അവളുടെ ചുണ്ട്. നൂറ സംസാരിച്ച് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചുണ്ട് ഒരു പ്രത്യേക രീതിയിൽ കോട്ടി ഇങ്ങറ്റത്തേക്ക് പോകും. നമ്മളത് മൈൻഡ് പോലും ചെയ്യുന്നില്ല. ആദ്യം പറഞ്ഞതിന് ശേഷമാണ് ഞാനത് ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. ഒരാളിനെ നമ്മൾ സ്നേഹിക്കുമ്പോൾ അയാളുടെ ചുണ്ട് കണ്ട് ഇഷ്ടപ്പെട്ടു, മൂക്ക് കണ്ട് ഇഷ്ടപ്പെട്ടു, മീശ കണ്ട് ഇഷ്ടപ്പെട്ടു, ഇതൊക്കെ കണ്ടാണോ ഒരു പ്രണയം ഉണ്ടാവുക? ആ സ്ഥലത്തൂടെ അതിന് വെച്ചിട്ട് ഒറ്റക്കാലിൽ ഇറങ്ങി പല പല കാരണങ്ങൾ കൊണ്ടിട്ട് ഇവർ ഫൈറ്റ് ചെയ്ത് ഇവർ രണ്ടുപേരും ഒന്നിച്ച് നിൽക്കുന്നത് നന്നായിരിക്കട്ടെ, ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു. അവർ ഒന്നിച്ച് പോവെങ്കിൽ വളരെ നല്ല. സാബുമോൻ പറയുന്നുണ്ട് നൂറെ ആര് കണ്ടാലും വീണു പോകും എന്ന് പറയുമ്പോൾ ആദില പറയുന്നുണ്ട് നീ എങ്ങനെ വീഴുവൊന്നും വേണ്ട, ഇവിടെ വീണ് കിടക്കുക ഒരാളുണ്ട്. അപ്പൊ ഇത് മുമ്പോട്ട് പോട്ടെ, നല്ല കാര്യം, അവർ ഇഷ്ടപ്പെട്ടു പോട്ടെ. പക്ഷെ ഈ പറയുന്ന സംശയ രോഗവും അസ്വസ്ഥത എന്ന് പറയുന്നത് ലോകത്ത് ജനകീയമായിട്ട് ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ നമ്മൾ അവരുടെ സെക്ഷൽ ഇതൊക്കെ വിടുക, അവർ 2 ഫ്രണ്ട്സായിട്ട് അവർ താമസിക്കുകയാണ്. അവർക്ക് ഡെലിവറി വേണ്ട, സന്തോഷമായിട്ട് ഫ്രണ്ട്സായിട്ട് എന്നും അടിച്ചു പൊളിച്ചു പോവുക. അവർക്ക് പൈസ ഉണ്ടെങ്കിൽ ലോകം മുഴുവൻ അവർക്ക് കൈപിടിച്ച് കിടന്ന് കറങ്ങാം, കുഞ്ഞുങ്ങളെ വളർത്തണ്ട. ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു ലോകം ഇവിടെ വളർന്നു വരുന്നുണ്ടെന്ന് സാർ മനസ്സിലാക്കുന്നുണ്ട്. പ്രോത്സാഹിപ്പിക്കില്ല. അതിന് ഞാൻ ഉൾപ്പെടുന്ന ടീം ഞാൻ പ്രോത്സാഹിപ്പിക്കില്ല. അങ്ങനെ ആവുമ്പോൾ ഇവിടെ അടുത്ത തലമുറയ്ക്കുള്ള സ്കോപ്പ് ഇല്ലാതാവും. അടുത്ത തലമുറ കുഞ്ഞുങ്ങൾ വരില്ല, അടുത്ത തലമുറ ഉണ്ടാവില്ല. ഇതുവരെയ്ക്കുള്ള നമുക്ക് നമ്മുടെ പൂർവികരോടൊരു കമ്മിറ്റ്മെന്റ് ഇല്ലേ? നമുക്ക് നമ്മുടെ അച്ഛനോടും അപ്പനോടും അമ്മൂമ്മയോടും അപ്പൂപ്പനോടും നമ്മുടെ സംസ്കാര സമൂഹത്തിനോടും ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ട്. പുതിയ തലമുറയിൽ ആരും കല്യാണം കഴിക്കേണ്ട, ആരും മക്കളെ ജനിപ്പിക്കേണ്ട, അടുത്ത തലമുറകൾ വേണ്ട എന്ന് പറഞ്ഞു പോയാൽ എന്തുമാത്രം നഷ്ടവും എന്തുമാത്രം അവസ്ഥകളുമാണ്. ഇപ്പൊ ഞാൻ ഒരു കാര്യം പറയാം. നമ്മളിപ്പം ഒരു ഭാര്യ ഭർത്താവായിട്ട് ജീവിക്കുക, അവരും 2 കുട്ടികളെ വളർത്തുക, അതിനുവേണ്ടി അവർ പണിയെടുക്കുക, ആ കുഞ്ഞുങ്ങൾ വളരുക. ഇത് സുഖത്തിനും അതൊരു സുഖം എന്ന് പറയുന്നതിനെക്കാട്ടി എന്തുമാത്രം വേർപ്പാണ് സാറേ ഇവരെ മര്യാദയ്ക്കൊന്ന് TV കാണാൻ ഇരിക്കാൻ പറ്റുന്നുണ്ടോ? ഒരു നല്ല TV വാങ്ങിച്ചു വെക്കാൻ പറ്റും, നല്ലൊരു ഷർട്ട് ധരിക്കാതെ എത്ര അച്ഛന്മാരുണ്ട് സാറേ. അപ്പൊ എന്തിനാണ് അങ്ങനെയുള്ളവർക്ക് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പാടില്ലേ? അമ്മയ്ക്കും താങ്ങായിട്ട് അവർ സൃഷ്ടിച്ച മക്കൾമാരിലും ധാരാളം പേരുണ്ട്. അത് കണ്ടു വളരുന്ന ഇവരുടെ ചെറുമക്കൾ എന്ന് പറയുന്ന മക്കളും ഈ പാരൻസിനെ അതുപോലെ നോക്കും. പക്ഷെ ഇതുപോലെ കളഞ്ഞിട്ട് പോകുന്ന അവരെ സംബന്ധിച്ച് കുറെ കഴിഞ്ഞ് സാറേ ജീവിതം 100 വയസ്സ് വരെ ഉണ്ട്, ഇല്ലെങ്കിൽ 90 വയസ്സ് വരെ ഉണ്ട്. 80, 90, 100 ഒന്നും നമ്മളിപ്പോൾ കണ്ടില്ല. നമ്മൾ കണ്ടത് ഇവരുടെ 22, 25, 28 വയസ്സിൻ്റെ മാത്രമേ കണ്ടുള്ളൂ. ഇനി അങ്ങനെ കിടക്കുകയാണ്. ആ സമയത്ത് കുറേ അങ്ങോട്ട് പോകുമ്പോഴാണ് സമയം കഴിഞ്ഞ് കഴിയുമ്പോൾ, കാലം കഴിഞ്ഞ് കഴിയുമ്പോൾ രണ്ടും രണ്ടാവുകയും ഒരു ഉപയോഗമില്ലാത്ത അവസ്ഥയിലേക്ക് ഇത് എത്തിച്ചേരുകയും ചെയ്യുമ്പോൾ നമ്മളത് ഉൾക്കണ്ട. നമ്മൾ അവരുടെ കെയർ കൊണ്ടാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും താങ്ങും തണലുമായി അവർ നിൽക്കാൻ
മനസ്സുകൊണ്ട് ഉറപ്പിച്ചവരാണ്. അത് നല്ല കാര്യം. പക്ഷെ അതൊരു മെസ്സേജ് ആക്കി ഞങ്ങളെ പോലെ എല്ലാരും വരണം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാരിലേക്കും അതൊരു മെസ്സേജ് അല്ല, ഞാൻ പ്രശ്നത്തോടെ പറയാണ്, അതൊരു മെസ്സേജ് ആയിട്ട് ഞങ്ങൾ പറയുന്നതല്ല. പക്ഷെ അവര് നന്നായിട്ട് പോകട്ടെ, ആ ബന്ധം അങ്ങനെ തന്നെ തുടരട്ടെ. പക്ഷെ അത് പിരിഞ്ഞുമ്പോ അത് വല്ലാത്ത മാനസിക സംഘർഷം ഇരുവരിലും ജനറലൈസ് ചെയ്ത് പോകാൻ പറ്റത്തില്ല. ഇത് അങ്ങോട്ട് നോർമലൈസ് ചെയ്ത് പോകാൻ സമ്മതിക്കത്തില്ല. നോർമലൈസ് ചെയ്ത് പോകുന്നതിന് ഞാൻ എതിരാണ്. പക്ഷെ ഇവരങ്ങനെ നിന്നാൽ കൊള്ളാം, അങ്ങ് അറ്റം വരെ നിൽക്കണം. പക്ഷെ അവര് വല്ലാതെ ഫൈറ്റ് ചെയ്താണ് സാറേ ഇവിടം വരെ എത്തിയത്. അവരുടെ അതെന്തുകൊണ്ടാണ് ആ രക്തത്തിളപ്പിലും ആ മറ്റേ ആള് കോടതി വരെ പോയി ഇങ്ങനെയൊക്കെ അവസ്ഥ ഉണ്ടാക്കിയിട്ടും ഇന്നും കോടതി എന്ന് പറയുന്നത് ഇതിനെ ഒരു നിയമമായി അംഗീകരിച്ചിട്ടില്ല. ട്രാൻസിൻ്റെ അംഗീകരിച്ചിട്ടുണ്ട്. ലെസ്ബിയൻസും ഗേയുടെയും മാരേജ് എന്ന് പറയുന്നത് സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ ഒന്നും അംഗീകരിച്ചിട്ടില്ല. രണ്ടുപേർക്കും ഒരുമിച്ച് താമസിക്കാം. പക്ഷെ മാരേജിന് അപ്രൂവൽ ഇല്ല. ഉണ്ടോ? ഇല്ല. മാരേജിന് അപ്രൂവൽ ഇല്ലാത്തടത്തോളം കാലം കുറെ കഴിഞ്ഞതിന് ശേഷം ഒരാൾ മറ്റേയാളിനെ കളഞ്ഞിട്ട് പോവുകയോ മറ്റേയാൾ വേറൊരു പുരുഷനെ കണ്ട് കല്യാണം കഴിച്ച് പോവുകയോ ചെയ്താൽ ഈ മറ്റേയാളിൻ്റെ അവസ്ഥ എന്താവും? സാറേ, ഇത് മുമ്പ് ചിറയൻകീഴ് ഒരു സ്കൂളിൽ ഇതേപോലെ ഉണ്ടായിരുന്നു. ഞാൻ പണ്ട് ഇവിടെ പഠിപ്പിക്കുന്ന സമയത്ത് ഇതേപോലെ തന്നെ ഉണ്ടായിരുന്നു. അവസാനം ഇതിൽ ഒരെണ്ണത്തിന് വേറെ പയ്യൻ്റെ കൂടെ കല്യാണം കഴിഞ്ഞ് അത് പോവുകയും ചെയ്തു. മറ്റേ കൊച്ച് കയ്യിലേക്ക് കൊടുത്ത് ഇങ്ങനെയൊക്കെ കൊടുത്ത് ഞാൻ പറഞ്ഞു വരുമ്പോൾ അറിയാൻ പറ്റും. ഭയങ്കര അഭ്യാസമൊക്കെ കാണിച്ച അവസാനം അത് വെറുതെ ഇറങ്ങിപ്പോയി. ഇവരൊന്നും തകരരുതെന്ന് വിചാരിച്ചിട്ട് നമ്മൾ പറയുന്നുള്ളൂ. പക്ഷെ രണ്ടുപേരും സന്തോഷത്തോടെ അങ്ങറ്റം വരെ ഒരുമിച്ച് പോവുമെങ്കിൽ ഞാൻ എന്തായാലും അവരുടെ കൂടെ ഉണ്ടാവും. ഇപ്പം ഞാൻ ഒരു സംശയം പറയാം. ഇവർക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടുക, ഈ ഫസ്റ്റ് പ്രൈസ് കിട്ടിയ അവർ ഫ്ലാറ്റ് വല്ലതും വാങ്ങിക്കുക. നൂറുടെ പേര് ഫ്ലാറ്റ് വാങ്ങിക്കുമോ? ഞാനിത് ഇന്നലെ ആലോചിച്ചതാണ്. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ അതൊക്കെ പ്രശ്നമായി മാറും. ഞാൻ ഇന്നലെ ആലോചിച്ചാണ്. ആദ്യം ഇവരെ കയറ്റിയത് ഒറ്റ കണ്ടസ്റ്റന്റ്. സാറിപ്പം പറഞ്ഞപ്പോഴാണ് ഞാൻ മനസ്സിലായത് നിയമപരമായിട്ട് കല്യാണം പോലെ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നിയതാണ്. ഇന്നലെ കണ്ടെത്തിയതാണ്. ഇന്നലെ ഞാൻ കണ്ടെത്തി. എന്താണ് ഞാൻ ഇന്നലെ ചിന്തിച്ചു. എന്റെ തലയിൽ ഇന്നലെ വന്ന ഇതാണ്. ഇവർ രണ്ടുപേരും ആദ്യം കയറിയപ്പോൾ ഒറ്റ മത്സരാർത്ഥിയായിട്ട് കുറെ കഴിയുമ്പോൾ ഇവർ രണ്ടായി. അപ്പോൾ എഗ്രിമെന്റ് സൈൻ ചെയ്യുന്ന ആ എഗ്രിമെന്റിൽ ഇവർ ഒരു മത്സരാർത്ഥിയായിട്ട് കയറുമ്പോൾ ഒറ്റ എമൗണ്ട് ആണ് എഴുതുക. ഇപ്പം 15,000 ആയിരിക്കും എഴുതിയിട്ടുണ്ടാവുക. അപ്പൊ ഡെയിലി അല്ലെങ്കിൽ ഒരാഴ്ചത്തേക്ക് 50,000. ഒരാഴ്ചത്തേക്ക് 50,000. ഓക്കെ. ദെൻ അത് കഴിഞ്ഞ് വരെ രണ്ട് മത്സരാർത്ഥിയാക്കുമ്പോൾ ഇനി വേറെ എഗ്രിമെന്റ് വരും. അത് ബിഗ് ബോസിന്റെ, എനിക്ക് തോന്നുന്നു ബിഗ് ബോസിന്റെ കൺഫെക്ഷൻ റൂമിനകത്തേക്ക് വിളിച്ചു വരുത്തിയത് അതിനെ ചിലപ്പോൾ സൈൻ ചെയ്ത് വാങ്ങിക്കാൻ വേണ്ടി. ഇവർ ഇടയ്ക്ക് കുറെ പേര് എന്നോട് ചോദിച്ചു, ബിഗ് ബോസിന്റെ കൺഫെക്ഷൻ റൂമിനകത്തേക്ക് ഇവർ രണ്ടും കയറിയിട്ട് 1 മണിക്കൂറായിട്ട് ഇവർ ഇറങ്ങി വന്നില്ല, എന്താണ് സംഭവം? ഞാൻ ഇപ്പോൾ തമാശയ്ക്ക് പറഞ്ഞു, അവരവിടെ ടോയ്ലറ്റ് പോയി വേറെ എന്തെങ്കിലും ചർച്ച ചെയ്യുകയും കാര്യങ്ങളുണ്ടാകും. നിങ്ങൾ ഇവിടെ ബന്ധപ്പെടേണ്ടത് ചിലപ്പോൾ അവിടെ വരുത്തി വെച്ചിട്ട് സൈൻ ചെയ്യാം. അങ്ങനെ വരുമ്പോൾ ഈ 36 പേജ് ഇവർ വായിച്ചു നോക്കണമെങ്കിൽ കുറെ സമയം എടുക്കും. എന്നിട്ട് ഇവർ രണ്ട് മത്സരാർത്ഥിയായിട്ട് മാറുമ്പോൾ രണ്ടുപേര് സൈൻ ചെയ്യണം. ഉണ്ടാവണം, ഉണ്ടായേ പറ്റൂ. രണ്ട് മത്സരാർത്ഥിയാക്കുമ്പോൾ രണ്ടുപേർക്ക് 2 റെമ്യൂണറേഷൻ മാറി. അപ്പൊ ആദ്യത്തെ എഗ്രിമെന്റ് വെച്ച് 50 ദിവസത്തേക്ക് വന്നുവെങ്കിൽ അല്ലെങ്കിൽ 30 ദിവസം വന്നുവെങ്കിൽ ആ എമൗണ്ട് ആയിരിക്കും ഇത്. ഇവർക്ക് വേണമെങ്കിൽ തുല്യമായി പങ്കിട്ടെടുക്കാം. അത് കഴിഞ്ഞ് രണ്ടാമത്തെ രണ്ടുപേർക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ളതാണ്. അതാണ് സംഭവം. അപ്പൊ ഈ സാധാ പ്രേക്ഷകർക്ക് ഇതിനെ കുറിച്ച് കൂടുതൽ അറിയില്ല. അപ്പൊ തീർച്ചയായിട്ടും ഞാൻ പ്രേക്ഷകരോട് പറയാണ്, കാരണം ഇതിനകത്ത് നമ്മളിപ്പം കാണുമ്പോൾ ഇന്ന് മുതൽ നിങ്ങൾ 2 മത്സരാർത്ഥികളാണ് എന്ന് പറയുമ്പോൾ അവർ ഞെട്ടുന്നില്ല, അങ്ങോട്ട് ഇങ്ങോട്ട് നോക്കുന്ന പോലും ഇല്ല മുഖത്ത്. അത് കൃത്യമായി രണ്ടുപേർക്കും സെപ്പറേറ്റ് ആയിട്ടുള്ള റെമ്യൂണറേഷൻ ഡെയിലി കിട്ടും. അതിന്റെ എഗ്രിമെന്റ് അവർ സൈൻ ചെയ്തിട്ടുണ്ടാവും. അതിനകത്ത് വെച്ച് തന്നെ സൈൻ ചെയ്തിട്ടുണ്ടാവണം. കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചിട്ട് അവിടെ ഉണ്ട്. അത് എവിടെ വെച്ച് സൈൻ ചെയ്യാം. പുറത്തുനിന്ന് ചെയ്ത് ഇവിടെ വെച്ചല്ലേ രണ്ടാക്കി. പുറത്തുനിന്ന് ഒന്നാമത്തെ ഫോമേ സൈൻ ചെയ്യും. 10-36 പേജ് ഉണ്ട്. അതെല്ലാം വായിച്ച് സൈൻ ചെയ്ത് കൊടുക്കുമ്പോൾ 2 മത്സരാർത്ഥിയാകുമ്പോൾ രണ്ടുപേർക്കും പ്രത്യേക റെമ്യൂണറേഷൻ ആണ്. അപ്പൊ ഈ കിട്ടുന്ന മുഴുവൻ രണ്ടുപേരുടെ. ഞാൻ ഇങ്ങനെ ഒന്ന് ആലോചിച്ചു, ഇവർക്ക് 2 ബാങ്ക് അക്കൗണ്ട് ഉണ്ടാവാനുള്ള സാധ്യതയാണ് കൂടുതലുള്ളത്. രണ്ടും സ്നേഹിച്ചു പോകും. ഒന്നാമത്തിൽ പറ്റൂല, ആദ്യത്തെ പറ്റൂല. അങ്ങനെയാണെങ്കിൽ എന്റെ അക്കൗണ്ടിലേക്ക് നമുക്ക് രണ്ടുപേർക്കുള്ള ഒരു ജോയിന്റ് അക്കൗണ്ടും ഉണ്ടാവാം. എനിക്കൊരു അക്കൗണ്ട് പേഴ്സണൽ ഉണ്ടാവാം, സാറിന് ഒരു അക്കൗണ്ട് പേഴ്സണൽ ഉണ്ടാവും. പിന്നെ നമുക്ക് ജോയിന്റ് അക്കൗണ്ട് ഉണ്ടാവാം. ഒന്നാമത്തെ വേണമെങ്കിൽ ജോയിന്റിലാവാം. ജോയിന്റ് അക്കൗണ്ട് വരുമ്പോഴേ നമ്മൾ എത്തിക്സ് വെച്ചിട്ടുണ്ട്, കിട്ടുന്നത് 50-50 നമ്മുടെ രണ്ടുപേരുടെ അക്കൗണ്ടിലേക്ക് ചിലവാക്കുന്നത് നമ്മൾ തുല്യമായിട്ട്. കാരണം ഏത് സമയം വേണമെങ്കിലും ഏത് രീതിയിൽ വേണമെങ്കിലും ഇത് തിരിയാം എന്നുള്ളത് കൊണ്ട് എപ്പോഴും എന്ത് ചെയ്യും, സോ വേണമെങ്കിൽ അത് കൺസിഡർ ചെയ്യാം. അല്ലെങ്കിൽ ഇത് ഒരുമിച്ച് ചെയ്യാം. അത്രയും ട്രസ്റ്റ് ഉണ്ടെങ്കിൽ, അത്രയും വിശ്വാസം നമ്മുടെ വിഷയമല്ല, നമുക്ക് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഇനി ഫിനാൻഷ്യലി വരുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയില്ല. വിന്നറായി കഴിഞ്ഞാൽ ജോയിന്റ് ആയിട്ട് എഗ്രിമെന്റ് എഴുതും. സാറി പറഞ്ഞ പോലെ ഫ്ലാറ്റ് ആണ് കിട്ടുന്നതെങ്കിൽ ഫ്ലാറ്റ് അല്ല കിട്ടുന്നത്, 38 ലക്ഷമാണ് കിട്ടുന്നത്. അപ്പൊ 50 ലക്ഷത്തിന് ഇപ്പൊ പോയി 10 ലക്ഷം 8 ലക്ഷം പോയില്ലേ. ഇപ്പൊ 40 ലക്ഷമാണ് കിട്ടുന്നതെങ്കിൽ അതിന്റെ ടാക്സ് എമൗണ്ടും പോയതിനു ശേഷം 2 ഈക്വൽ ആയിട്ട് 50-50 ആവും. അവർ രണ്ടുപേർക്കും കിട്ടും. രണ്ടുപേർക്കും കിട്ടട്ടെ. എന്റെ അഭിപ്രായത്തിൽ ആദിലയും നൂറയും
കേട്ടാലും അനുസരിച്ചാലും ഇല്ലെങ്കിലും അവരനുസരിക്കാൻ വേണ്ടി അവരുടെ ഭാവി ഉൾക്കൊണ്ട് ഞാൻ പറയുന്നു, കിട്ടുന്ന എമൗണ്ട് രണ്ടുപേരുടെ അക്കൗണ്ടിൽ തന്നെ സെപ്പറേറ്റ് ആയിട്ട് സൂക്ഷിച്ചിട്ട് ചിലവാക്കുന്നത് രണ്ടുപേരും ഈക്വലായിട്ട് ഒരുമിച്ച് ചിലവാക്കുന്നതായിരിക്കും ഒരു പക്ഷേ നല്ലത് എന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം ഭാവിയിൽ എന്ത് വേണമെങ്കിലും സംഭവിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.